അളിയാ നീ പറയുന്ന നീ സന്ദീപേട്ടനെന്ന് വിളിച്ച് സംസാരിക്കേണ്ട ബിബിൻ ബാബു കഷ്ടപ്പെട്ട് കിട്ടിയ പ്രൊഡ്യൂസറാണ്. വെറും 2 ദിവസം ഷൂട്ട് ചെയ്യുന്ന കണ്ടന്റ് അയാൾക്ക് കാണിച്ചു കൊടുത്ത ആൾക്ക് വിശ്വാസമാവും. അയാൾ ഇന്നായ പിന്നെ 2 ദിവസം ഫുഡ് കഴിച്ചിട്ട് പൈസ എന്താ ഫിഷ് ഫ്രൈ. നിങ്ങൾ ഈ എടുക്കാൻ പോകുന്ന സിനിമയുടെ കഥ ചേട്ടായോട് പറഞ്ഞോ? ഇല്ലല്ലോ. അതില്ല. ആ അത് കേട്ടാ ഷൂട്ടിംഗ് യൂണിറ്റുള്ള ഭക്ഷണം മാത്രമല്ല നിന്റെയൊക്കെ വീടും ഫ്രീ ഫുഡും അടക്കം കട്ട് ചെയ്ത ചേട്ടായി നിന്നെയൊക്കെ ഏരിയ തന്നെ ഓടിച്ചു വിടും. എടാ അവരുടെ ഷൂട്ടിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാലേ 10-15 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. 2 ദിവസം ഫുഡല്ലേ കൊടുത്തോ? ആ പടം ഓണാവുന്നേ ഓണായിക്കോട്ടെ. അതിന്റെ കഥ കേട്ടായിരുന്നു? എടാ ഒരു കഥയില്ലാത്തവന്മാരില്ലേ 2 ദിവസത്തെ ഫുഡ് കൊടുക്കുന്നതിന് എന്തിനാടാ അവന്മാരുടെ കഥ പോയി കേൾക്കുന്നു? എന്നാ കേട്ടോ, ഹാർട്ട് മാറ്റി വെച്ച ആളാണ് നായകൻ. അയാൾക്ക് ഹാർട്ട് കൊടുത്ത ആളുടെ മകള് നായിക. അവസാനമാണ് അറിയുന്നത് ഹാർട്ട് കിട്ടാൻ വേണ്ടി നായികയുടെ തന്തയെ തട്ടിയതാണ്. ഈശ്വര, എന്തുവാടാ ഇത്? കഴിഞ്ഞില്ല. ക്ലൈമാക്സ് കാര്യം അറിഞ്ഞ നായകന്റെ തലക്കടിച്ചു പോയില്ല. എന്നിട്ട് അച്ഛന്റെ ഹാർട്ടും കെട്ടിപ്പിടിച്ച് 3 പേജ് ഡയലോഗ്. നീ ആ ഫോണൊന്ന് നീയൊക്കെ കൂടെ എന്നെ ജയിലിൽ കേട്ടോടാ. അയ്യോ ചേട്ടാ അങ്ങനെ പറയും, ഇപ്പൊ വയലൻസ് ആ ട്രെൻഡ്. എടാ മനുഷ്യനെ കാണാൻ കൊള്ളാവുന്ന ഒരു സിനിമ എടുക്കടാ. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തേക്കുള്ള ഭക്ഷണം നിന്റെ അണ്ണാക്കിലേക്ക് തള്ളിത്തരാവണം. ഫോൺ. ചേട്ടന് സ്റ്റോറി അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്നാ പിന്നെ ബിരിയാണി കഴിക്കാം. ബിബിൻ ബാബു 6, 7, 8, 9, 10. Relax. He's better now, but still not completely recovered. He needs to take it easy at least for 2 more weeks. ഇനി 2 ആഴ്ച. ഈശ്വര. ഡോക്ടർ ഉസ്കോ ഈ ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് കിട്ടിയ ഫ്ലൈറ്റിൽ നമുക്ക് നിന്നുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കിയേ. ഉണ്ടായിരടാ. रोज थोड़ा एक्सरसाइज करना पड़ेगा and if possible get him to do some simple yoga postures that will help him. Do you want me to refer a physiotherapist for this? Not required, doctor. I practice yoga, so I can help him with that. Perfect. Don't worry, Sandeep ji. You'll be fine. Just take rest for few days. ഇതിന്റെ ഒരു കുറവേ പൂനെ കൊണ്ടുവരുന്നത്. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്താടാ പറ്റിയത്? ആരാ നിന്നെ തല്ലിയത്? എന്റെ ആരും തല്ലിയിട്ടതല്ല. അളിയനപ്പോ വന്നു. ഞാൻ വന്നിട്ട് കുറെ നേരമായി. നിന്റെ അളിയനാണെന്ന് പറഞ്ഞിട്ടേ ഇവര് വിശ്വസിക്കണില്ല. കേറിയിരിക്കാൻ ഞാൻ പറഞ്ഞതാണല്ലോ. വേണ്ടെന്നേ, അത്ര വിലയില്ലാത്തവരൊന്നും അല്ല ഞങ്ങള്. അതല്ല പറയുമ്പോ എല്ലാം പറയണമല്ലോ. മോനെ, എനിക്ക് നിന്റെ തല്ലിയ ഒരു അഡ്രസ് ഒന്നും വേണം. എന്റെ കൂടെ 10ൽ ഒരുമിച്ച് തോറ്റ വെള്ളാണ്ടി സൈമൺ അവരിവിടെ ഈ പൂനെയിൽ എവിടെയോ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇനി അതല്ലെങ്കിൽ ബോംബെയിൽ ഞാൻ എഞ്ചിൻപടി ചെയ്ത് കൊടുത്ത 87 മോഡൽ മഹീന്ദ്ര ജീപ്പിന്റെ ഓണർ പട്ടിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ. ഞാൻ ഒന്ന് വിളിച്ചാൽ മതി, അവൻ ആ ജീപ്പ് എടുത്തിട്ട് പറന്ന് വരും. കാണാ നിനക്ക് നട്ടിൽ നല്ലടാ ചവിട്ടി കിട്ടിയത്. എന്റെ അളിയ ഒന്നുമില്ല, ഒരു ഹെയർ ലൈൻ ഫ്രാക്ചർ ആണ്. കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ മാറും. അളിയൻ എന്താ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ വന്നു. വിളിച്ചാ വരണ്ടെന്നല്ലേ നീ പറയുള്ളൂ. എടാ എന്റെ കൂടെ ഗീതയും കൂടെ വരാൻ നിന്നതാ. ഇവൻ അടികൊണ്ടപ്പോ നീ നോക്കിയെന്നല്ലടാ. ഞാനല്ല അടി തുടങ്ങിയത്. പിന്നെ നോക്കിക്കാനുള്ള ടൈമൊന്നും അവർ തന്നില്ല. മോളെ എന്താ പേര്? ഹരിത. സരിതേ. സരിതല്ല, ഹരിത. ഇവൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ ഇവന്റെ പെങ്ങളെ കല്യാണം കഴിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരുത്തൻ ഒരു നുള്ളി പൂഴി ഇവന്റെ ശരീരത്തിൽ വാരിയിടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. മതി മതി, ഓവറാക്കണ്ടല്ലേ. തിരിച്ചുള്ള ടിക്കറ്റ് എപ്പോഴത്തേക്ക് എടുത്ത്? ആര് പോകുന്നു? ഞാൻ നിന്നെ കൊണ്ടേ പോകുന്നുള്ളൂ. അതൊന്നും വേണ്ട, അളിയൻ വിട്ടോ. ജെറി, അടുത്ത കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് എപ്പോഴാണ് നോക്കി? നോക്കാം ഉച്ചക്ക് തന്നെ ഉണ്ടാവും. ഉച്ചക്ക് തന്നെ ബുക്ക് ചെയ്യാലോ. മോനെ അങ്ങനെ പോയാൽ എനിക്കൊരു സമാധാനം കിട്ടൂലടാ. എന്നാ സമാധാനം കിട്ടുന്നവരെ ഏതെങ്കിലും ഹോട്ടൽ റൂം എടുക്കാം. എന്തിനാ ഹോട്ടൽ? ഇവിടെ ഗസ്റ്റ് റൂം ഉണ്ടല്ലോ. ഇവിടെ ഗസ്റ്റ് റൂം ഉണ്ടല്ലോ. പിന്നെ പെട്ടെന്ന് കയറി വരുന്ന ഗസ്റ്റിന് താമസിക്കാനല്ലേ ഗസ്റ്റ് റൂം. നമ്മുടെ കേണലിന്റെ ഹാർട്ട് ഇവന്റെ ഉള്ളിലുള്ളിടത്തോളം കാലം നമ്മളൊക്കെ ഒരു കുടുംബക്കാരൻ. ഒരു ചായ കുടിച്ചാലോ? ഇവിടെ ഗാരേജിൽ പഴയ ജിപ്സി കിടക്കുന്നുണ്ടല്ലോ. ആരും ഉപയോഗിക്കുന്നില്ലേ? ഇപ്പൊ എടുക്കാറില്ല. എന്നാ പിന്നെ വിറ്റൂടെ? നല്ലോണം പണി തെറിക്കുക 2 ലക്ഷം രൂപയെങ്കിലും കിട്ടും. രവി അത് വിൽക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ആരേ രവി? കേണലിന്റെ പേരാ രവീന്ദ്രൻ. അപ്പൊ ഇനി പ്രശ്നമില്ലല്ലോ. കേണൽ മരിച്ചു പോയില്ലേ? അപ്പൊ ഇനി വിൽക്കാമല്ലോ. അത് വിൽക്കുന്നില്ല. ഓക്കെ, ആയിക്കോട്ടെ. ഇനി എപ്പോഴെങ്കിലും വിൽക്കണമെന്ന് തോന്നിയാൽ പറഞ്ഞാൽ മതി, ഞാൻ എടുത്തോളാം. ഇതിപ്പോൾ കിട്ടാനില്ല, അതുകൊണ്ടാണ്. സന്ദീപ് മട്ടൻ എടുത്തില്ലല്ലോ. ചപ്പാത്തി രക്തു. ഓ പല്ലവി, സൂപ്പർ. ഈ ഹാർട്ട് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഡോണറിന്റെ ചില ഇഷ്ടങ്ങൾ കൂടി കിട്ടും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചായ ഇഷ്ടമില്ലാത്ത ഒരാൾ പെട്ടെന്ന് ചായ കുടിക്കാൻ തുടങ്ങുന്നു. അല്ല മ്യൂസിക്കിനോട് താല്പര്യമില്ലാത്ത ഒരാൾ പെട്ടെന്ന് പാട്ട് കേൾക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അല്ല, അപ്പോൾ ഈ ഇഷ്ടം എന്ന് പറയുമ്പോൾ ആളുകളോടുള്ള ഇഷ്ടം അതിൽ പെടുമോ?
ചിലപ്പം അവരില്ലേ ആ കേണലിന്റെ ഭാര്യ, അവരാളെങ്ങനെയാ? ഒരു പാവം, പക്ഷെ ഇടക്ക് മോളായിട്ടൊന്ന് കോർക്കും. അപ്പൊ ആള് ടറവാ. അതല്ല, നമ്മുടെ സന്ദീപിനോടുള്ള അവരുടെ ഒരു പെരുമാറ്റവും അത് മനസ്സിലായില്ല. അല്ല, അവരുടെ ഭർത്താവിൻ്റെ ഹാർട്ടാണല്ലോ അവനെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു അതിന്റെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഉണ്ടാവും. നല്ല ഹാർട്ട് മാത്രമല്ലേ ഉള്ളൂ. ഭർത്താവ് പോയതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും. ഉണ്ടാവും. ചെറിയ സങ്കടം ഉണ്ടാവും. ഒരു കാര്യത്തിൽ ഞാൻ ക്ലിയറാ. ഏത് കാര്യത്തിലാ? ഭാഷ പഠിച്ച് ജർമ്മനി പോകാനുള്ള കാലിബർ എനിക്കില്ല. അമ്മ എന്നെ എനിക്കൊരു ക്യൂട്ട് നേഴ്സിനെ സെറ്റാക്കിത്താ. എന്നിട്ട് അതിനെയും കെട്ടി നമുക്ക് രണ്ടു കൂടി ജർമ്മനിക്ക് പോവാ. അമ്മ ഉറങ്ങിയേ. പോയി തുറക്കടാ. ഗുഡ് നൈറ്റിനുള്ള ആള് വന്നതാ. ഞാൻ പോയി തുറന്നാലും നിങ്ങൾ പുറകെ വരേണ്ടി വരും. അതുകൊണ്ട് പോയി തുറക്ക്. ചെല്ല്. എന്താണ്? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അല്ല, കുടുംബകാര്യം. നീ അതായത് ആ സെമിത്തേരിയുടെ അടുത്ത് കിടക്കുന്ന നിന്റെ ഒരു 1.5 ഏക്കർ ഭൂമിയുടെ ഇപ്പൊ ഹൈവേക്കാർ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അവരതിന്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങി. പക്ഷെ നീ വന്ന് ഒപ്പിട്ട് കൊടുത്താലേ അവർ ക്യാഷ് റിലീസ് ചെയ്യുള്ളൂ എന്നാ പറയുന്നത്. എന്ത് ചെയ്യും? ഞാൻ പോയി നമ്മുടെ മുരളി വക്കീലിനെ കണ്ടു. വക്കീൽ പറഞ്ഞതനുസരിച്ച് നിന്റെ ഒരു പവർ ഓഫ് അറ്റോണി മതി. പിന്നെ നീ നേരിട്ട് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ പേരിൽ വേണ്ട, ഗീതയുടെ പേരിൽ മതി. പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഫോളോ അപ്പ് ചെയ്തോളാം. സ്റ്റാമ്പ് പേപ്പർ ഞാൻ കൊണ്ടുവന്നിട്ടു. അത് മതിയായിരുന്നല്ലേ? ക്യാഷ് കിട്ടി അപ്പൊ തന്നെ നിന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമല്ലോ. സ്വന്തം പെങ്ങളുടെ പേരിലായതുകൊണ്ട് പേടിക്കാനുമില്ല. ഞാനത് ഓർത്തില്ല. ഇങ്ങോട്ട് പോയിരുന്ന ദിവസം ഞാൻ എല്ലാ പേപ്പേഴ്സും ഒപ്പിട്ട് ഓഡിറ്ററെ കൊടുത്തിരുന്നു. അയ്യോ, ഇനി എന്തെങ്കിലും ഫോർമാലിറ്റീസ് വേണമെങ്കിൽ തന്നെ എൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ അവിടെ ഉണ്ട്. ഞാനിവിടെ വരെ വെറുതെ മെനക്കെട്ട് വന്നേ. അപ്പൊ ഇതിനാ വന്നേ? അല്ല, ഇതിനാണോ ഇങ്ങോട്ട് വന്നതെന്ന്? ഏയ്, നീ ഇവിടെ ചവിട്ടുകൊണ്ട് നടുവും തല്ലി വീണ് കിടക്കണമെന്ന് കേട്ടാ എനിക്ക് എന്ത് സമാധാനം അവിടെ മോനെ ഉള്ളത്. അതെ, സമാധാനമായിട്ടിരിക്കേ. എനിക്കൊരു കുഴപ്പമില്ല. സന്ദീപേ, നീ ഇപ്പൊ ഒരു കോടീശ്വരനാണ്. ഞാനോ? ഇവിടെ പലരും പല രീതിയിൽ നിന്നെ വളയ്ക്കാൻ നോക്കും. ഏത് വളവും പുഷ്പം പോലെ നിവർത്തി ഞാൻ നേരെയാക്കുന്നത്. അളിയൻ ഇപ്പൊ മനസ്സിലായില്ലേ? നല്ലൊരു ചായ കുടിച്ചിട്ട് അളിയൻ പോയി കിടന്നുറങ്ങാൻ നോക്ക്. എണീറ്റില്ലേ ഇതുവരെ? പുലർച്ചക്കാടി ഒന്ന് കണ്ണടച്ചത്. ഓരോന്ന് ഓർത്ത് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവന് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറെ ചില കുഴപ്പങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. മട്ടനൊക്കെ കഴിച്ചു തുടങ്ങിയടി. നീ കാരണം എന്താന്ന് ചോദിക്കും. അവന് ഹാർട്ട് കൊടുത്ത ആ കേണലില്ലേ, അയാൾക്ക് മട്ടൻ വലിയ ഇഷ്ടമായിരുന്നു. ഇനിയിപ്പോൾ അയാളുടെ വേറെ ചില ഇഷ്ടങ്ങളും കൂടി ഇവന് കിട്ടി തുടങ്ങിയ പിന്നെ ആള് കയ്യിൽ നിന്ന് പോയി. എന്താ അങ്ങനെ പറഞ്ഞേ? ഇവൻ ഈ കേണലിന്റെ ഭാര്യയോടും ഇഷ്ടം തോന്നാമല്ലോ. കേണലിന് ഇഷ്ടമുള്ള പെണ്ണല്ലേ. എന്തൊരു ദുഷ്ട മനസ്സാ നിങ്ങളുടെ. അവൻ അങ്ങനെ ഒരു അബദ്ധമൊന്നും പറ്റൂല, എനിക്ക് ഉറപ്പാ. എടി, തമാശയല്ലടി. ആ പെണ്ണുമ്പിള്ളക്കാണെങ്കിൽ ഇവനോട് ചെറിയ ചാട്ടമുണ്ട്. ഇവനെങ്ങാനും അതിൽ വീണാൽ അവൻ അങ്ങനെ കണ്ണി കണ്ട പെണ്ണുങ്ങളെ അടുപ്പിക്കൊന്നുമില്ല. ഇനിയിപ്പോൾ അത്രയും എടുക്കുള്ളൊരു പെങ്കുച്ച് വരണം അവനെ മറിച്ചിടാൻ. എങ്കിൽ ഞാൻ അവളെ സമ്മതിക്കും. അങ്ങനെ നീ ഇപ്പം സമ്മതിക്കാനൊന്നും നിൽക്കണ്ട. നീ ഒന്ന് ഫോൺ വെച്ചേ. ഞാൻ പിന്നെ വിളിക്കാം. ഇവരാരാണ് ഈ കേണലിന്റെ ഹാർട്ട് തന്നെ കൊണ്ടുവന്ന് കൊടുത്തത്? ഇതൊരു 10 ടൈംസ് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. കേറുന്നില്ലേ? ഇല്ല മോളെ, ഞാനേ രാവിലത്തെ നടത്തത്തിലാ. സന്ധ്യനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. ആ, എന്തെങ്കിലും കിട്ടിയോ ഞാനൊന്ന് പറഞ്ഞത്? അങ്ങേരുടെ മനസ്സ് എന്തായിരുന്നു എന്ന് ഞാൻ എങ്ങനെ അറിയാനാ ജേക്കബ് സാറേ? ഞാൻ വേറൊരാളല്ലേ? അതെ, പക്ഷേ ഉള്ളിൽ അവനുണ്ടല്ലോ. സ്ട്രെയിൻ എടുക്കണ്ട, ഓർഗാനിക് ആയിട്ട് വരട്ടെ. എന്തിനാ മോനെ ഇപ്പൊ ഈ ടിക്കറ്റ്? ടിക്കറ്റ് എന്തിനാ? ഫ്ലൈറ്റ് കയറി നാട്ടിൽ പോയാൽ. ഇന്നോ? 12 മണിക്ക് ഫ്ലൈറ്റ്, 10:30 റിപ്പോർട്ട് ചെയ്യണം. 9 മണി കഴിയുമ്പോൾ കാർ വരും. എൻ്റെ പൊന്നു മോനെ, ഇവിടെ വന്നിട്ട് 2 ദിവസം നിന്റെ അടുത്ത് നിൽക്കാതെ ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്ന് നിന്റെ പെങ്ങൾക്ക് എന്ത് തോന്നുന്നു? പെങ്ങളെ ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അവിടെ എയർപോർട്ടിൽ വണ്ടി വരും. അളിയൻ പോയി പെട്ടി വാക്കി. പെട്ടി വെക്കാൻ സഹായിക്കണം. എടാ, അതൊക്കെ അളിയൻ ചെയ്തോളും. നീ ഇത് ചെയ്യും. മോനെ, സൂക്ഷിക്കണം കേട്ടോ. മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. വേറൊരാളുടെ ഹൃദയമാണെങ്കിൽ നമ്മൾ പൊന്നുപോലെ നോക്കണം. എടാ, നീ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ട് നടത്തണം കേട്ടോ. അവിടെ ഇവിടെ മായി നോക്കി നിൽക്കരുത്. സെയിം ടു യു. സന്ദീപ് ശരിക്കും ലക്കിയാ, ഇങ്ങനെ ഒരു അളിയനെ കിട്ടിയല്ലോ.
അളിയനല്ല, അനിയനാ. എന്റെ മോനെ. ശരിയല്ലേ ചെല്ലേ, ഫ്ലൈറ്റ് പോകും. എല്ലാ ദിവസവും വിളിക്കണം കേട്ടോ. ഓക്കെ, വി ഗോട്ട് ഓൾ ദ ആംഗിൾസ് കവേർഡ്. We need to present our detailed plan in the next board meeting. Sure, we'll work on that. നമ്മുടെ പേഴ്സണൽ പ്രശ്നം ഞാൻ വർക്കായിട്ട് മിക്സപ്പ് ചെയ്യില്ല കിരൺ, ആൻഡ് യു ഹാവ് മൈ വേർഡ് ഓൺ ദാറ്റ്. പക്ഷെ എനിക്ക് ഇനി കിരണിനെ പഴയതുപോലെ കാണാൻ പറ്റില്ല, അതാണ് ഫാക്ട്. ഒരു കാര്യം പറയട്ടെ ഹരിത, നമ്മൾ മീറ്റ് ചെയ്ത സമയം തൊട്ട് നീ പറയുന്നതാണ് എൻ്റെ ഫാക്ട്. ബി ഇറ്റ് വർക്ക് ഓർ പേഴ്സണൽ, എനിക്ക് ഏറ്റവും എളുപ്പം നിന്റെ ചോയ്സിൻ്റെ കൂടെ നിൽക്കാനാണ്. സോ വെൻ യു സീ മീ ആസ് എ ബാഡ് പേഴ്സൺ, ദാറ്റ് ബിക്കംസ് മൈ ഫാക്ട്. ചിലപ്പോൾ അത് എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമുള്ളതുകൊണ്ട് തോന്നുന്നതായിരിക്കും. അത് മാറുമ്പോൾ ഞാൻ ഓക്കെ ആവും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് മാറുമെന്ന്. கான்சன்ட்ரேஷன் இல்லையா? Those who are eliminated can clear the field. Thank you. Congratulations. എന്താ ചേച്ചിയുടെ പെർഫോമൻസ് അല്ലേ? അവരുടെ ഹസ്ബൻഡ് ഭയങ്കര ടോക്സിക്കാ. അതിന്റെ ഫ്രസ്ട്രേഷൻ മാറാൻ ജോയിൻ ചെയ്തത് അവിടെ. ഇപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഷൂട്ടേഴ്സാണ്. ഒരാളെ എനിക്ക് വെടിവെച്ച് കൊല്ലാൻ തോന്നുന്നു എന്ന് പറയുന്നവർക്ക് പറ്റിയ സ്ഥലം. ചുമ്മാല്ല കുറേ പെണ്ണുങ്ങൾ ജോയിൻ ചെയ്തിരിക്കും. അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാനിവിടെ വിൻ ചെയ്ത് കാണണമെന്ന്. സാൻഡി മസ്റ്റായിട്ട് വരണം എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഐ എം വെരി ഗുഡ് അറ്റ് ഇറ്റ്. ജീവിതത്തിലെ ചില തോൽവികളുണ്ടല്ലോ ഹരിത, അത് ചിലപ്പോൾ വെറും തോൽവികൾ മാത്രമായിരിക്കും. പ്രത്യേകിച്ച് അതിൽ നിന്നൊന്നും പഠിക്കാനുണ്ടാകും. അതുപോലൊരു തോൽവിയാണിത്. തോറ്റു നിൽക്കുന്ന ആളോട് എങ്ങനെയാണോ സംസാരിക്കുക? ഒന്ന് മോട്ടിവേറ്റ് ചെയ്തൂടെ? ഒരാൾക്കില്ലാത്ത കഴിവുണ്ടെന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നതിലും വലിയ ക്രൈമില്ല. എന്തായാലും അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് മനുഷ്യൻ. ഉന്നം തെറ്റിയ ബുള്ളറ്റ് ആരുടെ തലയിൽ കൊണ്ടില്ലല്ലോ. വേണ്ട, നമുക്ക് അടുത്തതിൽ പിടിക്കാം. കുടിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക്? നോ. ഞാൻ കഴിക്കുന്നതിൽ വിരോധമുണ്ടോ? എനിക്കെന്ത് വിരോധം? തീരെ കഴിക്കാറില്ലേ? അപ്പോഴാണ് ഈ ഹാർട്ടിൻ്റെ അസുഖം ഡയഗ്നൈസ് ചെയ്ത് അതോടെ നഷ്ടപ്പെട്ടതൊക്കെ അതിലും വലിയ കാര്യങ്ങളാണ്. അധികം വെയിറ്റ് എടുക്കാൻ പറ്റില്ല, നീന്താൻ പറ്റില്ല. ക്രിക്കറ്റ് കളിയായിരുന്നു ഏറ്റവും വലിയ ഇഷ്ടം. അത് നിർത്തേണ്ടി വന്നു. ഇപ്പൊ പുതിയ ഹാർട്ട് കിട്ടിയില്ലേ? അച്ഛൻ്റെ നല്ല ഹെൽത്തി സന്ധ്യക്ക് നല്ല ടൈമൊക്കെ വരാൻ തുടങ്ങിയുള്ളൂ. ആയിക്കോട്ടെ. അച്ഛൻ്റെ നല്ല ടൈം അമ്മയല്ല കല്യാണം കഴിച്ചിട്ട് കുറച്ചും കൂടി ഹാപ്പിയായ അച്ഛൻ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഒരിക്കലും അല്ല. അമ്മയെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛനെ തന്നെ തനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇയാൾ ഉണ്ടായില്ലല്ലോ. എന്നാലും അച്ഛൻ ഹാപ്പി ആയനെ. എനിവേ അത് വിട്. സാൻഡി ഇപ്പോഴും സിംഗിൾ ആയിരിക്കുന്നത് എന്താ? മറ്റേ കല്യാണ പെണ്ണ് ഒളിച്ചോടി പോയതിന്റെ ട്രോമയാണോ? അന്ന് ലേശം ഡാർക്ക് അടിച്ചെങ്കിലും പിന്നീട് അത് കോമഡി ആയിരുന്നു. അല്ല, ഇപ്പോഴും അത് കോമഡിയാണ്. പിന്നെ ഞാൻ ജോലിയിലും ബിസിനസ്സിലും ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ ആക്റ്റീവായി. ബാക്കിയുള്ള ഫ്രീ ടൈം ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട്. ഒരു ദിവസം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരികയായിരുന്നു. പെട്ടെന്ന് എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നി. ഭയങ്കര ചെസ്റ്റ് പെയിനും. പക്ഷെ അവരാരും അറിഞ്ഞില്ല. അവർ ചിരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ചിരി നിന്നു. അപ്പോഴാണ് അവർക്ക് കത്തിയത്. അപ്പോഴേക്കും എൻ്റെ ബോധം പോയിരുന്നു. കണ്ണു തുറക്കുമ്പോൾ ഞാൻ മംഗലാപുരത്ത് ഒരു ഹോസ്പിറ്റലിലാണ്. അവിടെ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഹാർട്ടിന് ഇനി അധികം സമയമില്ലാതെ. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരുടെ കൂടെ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് TT എന്ന് പറയാണ്, ഇയാൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിക്കോണം, അതുവരെ ടിക്കറ്റ് ഉള്ളൂ എന്ന്. ഒരു സ്റ്റോപ്പിലേക്കുള്ള ദൂരം മാത്രമേ ബാക്കിയുള്ളൂ എന്നറിയുമ്പോൾ ഉള്ള ഒരു ഷോക്ക്, അത് വല്ലാത്തൊരു ഫീലാണ്. അതിൻ്റെ ഇടയിൽ
ഒരാളെ കൂടെ കൂട്ടുന്ന എന്തിനാ? ഇനിയിപ്പോ അങ്ങനെ ഒന്നും ആലോചിക്കണ്ടല്ലോ, ഒരാളെ കൂടിയും കൂട്ടാലോ. അങ്ങനെ യാതൊരു പ്ലാനും ഇല്ല. ഹെൽത്തി ആയിട്ട് ജീവിക്കുക, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി യൂസ്ഫുൾ ആയിരിക്കുക എന്നൊക്കെ പറയാറില്ലേ? അല്ല, അതിലിപ്പോ ഹരിതയുണ്ട് കേട്ടോ. ആണോ? താങ്ക് യു. ഇപ്പൊ ഒരു ഡ്രിങ്ക് ആവാം. വേണ്ട, ഞാൻ സംസാരിച്ചതിനെ ഫിറ്റായി. കണ്ടില്ലേ? ഹരിത, ഹൗ ആർ യു? പറന്നു 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 ചെല്ലാൻ. പാടുവോ? പാടും, കഥാപ്രസംഗം പറയും, കവിത എഴുതും, ഓട്ടം തുള്ളൽ എല്ലാം ചെയ്യും. കൂടൊന്നു കൂട്ടി ഞാൻ പൂമരക്കൊമ്പിൽ. ഇത്ര വേഗം വീടെത്തിയോ? मैडम काच खाली गया, जरा फूक मारा. और कुड़िले ഈശ്വരാ. ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ? പിന്നെ അച്ഛൻ്റെ കൂടെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഈ പട്ടാളക്കാരെ അറസ്റ്റ് ചെയ്യുമ്പം പോലീസുകാർക്ക് ഒരു പ്രത്യേക ഹായ് കിട്ടും. അതുകൊണ്ട് ചിലപ്പോ ഇതുപോലെയൊക്കെ പിടിക്കും. അല്ലാതെ അച്ഛൻ തോന്നിയാസം കാണിച്ചിട്ടല്ല. അതുകൊണ്ട് ഇവരെന്തിനാ എന്നെ നോക്കി പഠിപ്പിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തു? വന്നേ ഊതിയേ നൂതാൻ അടിച്ചിരുന്നുണ്ടല്ലോ. ഞാൻ ഈ വണ്ടി എടുത്തു. ഹരിത, पल्लवी. हाँ दीदी. स्कूबी गेट के बाहर गया, जाओ देखो. फिर से संदीप, എന്താ ഇത്? ബ്ലാക്ക് കോഫി. ഇന്നലെ എന്താ കാണിച്ചെന്ന്? ഓ, ഇന്നലെയോ? ഹരിത റൈഫിൾ ക്ലബിൽ പോയിരുന്നു കോമ്പറ്റീഷന്. പക്ഷേ പൊട്ടിപ്പോയി. അപ്പം മൂഡ് ശരിയാക്കാൻ ഒരു ഡ്രിങ്ക് കഴിക്കാന്ന് പറഞ്ഞു. ഹരിത എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ കൂടെ പോയി ഒരു കമ്പനിക്ക്. നാണമില്ലേ സന്ദീപ്? അയ്യോ, ഞാൻ കുടിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയണ്ടേ? ഞാനോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അവള് വാശി പിടിക്കും, നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കും. അത് പണ്ടേ അവളുടെ സ്വഭാവമാണ്. അത് കറക്റ്റ് ചെയ്യേണ്ടത് ആരാ? ആരാ? നിങ്ങൾക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോ രണ്ടാളുടെ മൂഡ് ഓക്കെ ആയോ? എന്റെ മൂഡിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. കേസ് ചാർജ് ചെയ്യാതിരിക്കാൻ കൈക്കൂലി കൊടുത്തിട്ടാ ഞാൻ നിങ്ങളെ ഇറക്കി കൊണ്ടുവന്നത്. റെസ്പോൺസിബിൾ ആയിരിക്കേണ്ട ഒരാളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായ ഇങ്ങനെ പോയാൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? നമ്മളോ? പിന്നെ നമ്മളെന്തിനാ മുന്നോട്ട് പോകുന്നത്? എനിക്കൊന്ന് ഇരിക്കാൻ സാധിച്ചാൽ ഞാൻ അപ്പൊ സ്ഥലം വിടും. നൈസ്, വളരെ എളുപ്പമാണല്ലോ, ഒന്ന് ഫേസ് ചെയ്യണ്ടല്ലോ. ആസ് ഓൾവേസ് നിങ്ങളെല്ലാവരും ഒരുപോലെ തന്നെയാ. ഓക്കെ അല്ലേ? ഇന്നലെ താൻ പറഞ്ഞത് നേരാണ് കേട്ടോ. അമ്മയല്ല എൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ എൻ്റെ അച്ഛൻ കുറച്ചുകൂടെ ഹാപ്പിയാണ്. എനിക്കത് കുറെ നാളായിട്ട് തോന്നുന്നു. ചോടിയ രജനി. അയ്യോ, എടുക്കണ്ട. എടുക്ക്. എന്താ പറയുന്നത് എനിക്ക് കേൾക്കാലോ. ഹലോ, ഞാൻ വിചാരിച്ച എഴുന്നേറ്റിട്ടില്ല എന്ന്. ഞാനേ ഒരു സ്വപ്നം കണ്ടു, അതാ രാവിലെ തന്നെ വിളിച്ചത്. അതിപ്പോ പറയണോ വേണ്ടേന്നുള്ള കൺഫ്യൂഷനില്ല. നല്ല സ്വപ്നമാണെങ്കിൽ പറഞ്ഞാ പിന്നെ നടക്കത്തില്ലെന്നാ. എന്നാ പിന്നെ പറയണ്ട. ശരി. അയ്യോ, എന്താ കണ്ടെന്ന് ചോദിക്കേ. എന്താ കണ്ടത്? നമ്മുടെ കല്യാണം. പേടിക്കണ്ട, ഇത്തവണ ഞാൻ ഫുള്ളുണ്ട്, ഒളിച്ചോടുന്നില്ല. താലി കെട്ടി കഴിഞ്ഞ് ചേട്ടാ സെൽഫി എടുക്കണവരെ കൂടെ തന്നെ ഉണ്ട്. രസം എന്താണെന്നറിയോ? നമ്മുടെ കല്യാണത്തിന് മുൻകൈ എടുക്കുന്നതേ എന്റെ മോളാ. അതങ്ങ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി. അമ്മയുടെ 2ാം വിവാഹത്തിന് ചുക്കാൻ പിടിച്ചത് മകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഞാൻ ഉണർന്നു പോയി. നടക്കുന്നെങ്കിൽ നടക്കട്ടെ അല്ലേ ചേട്ടാ? എനിക്ക് വേണ്ടിട്ടല്ല, ഞാൻ കാരണം ചേട്ടൻ ഒറ്റയ്ക്കായി പോയില്ലേ, അതിന്റെ കുറ്റബോധം എനിക്ക് ശരിക്കും ഉണ്ട്. ഹായ്. ഇനി ആ കുറ്റബോധം വേണ്ട ചേച്ചി. ചേട്ടനിപ്പോ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് ഇവിടെ. ഞാനാ ഇപ്പൊ ചേട്ടന്റെ എല്ലാം. ലൈഫ് മുഴുവൻ ഇനി ഞങ്ങൾ ഒന്നിച്ച. അവര് ഷോക്കായി പോയി അല്ലേ? ഷോക്കായി പോയി. என்னடா நடக்குதுங்க? இவர் அது பொண்ணா பாக்குறாரா இல்ல என்ன?
தெரியல என்ன எனக்கு ஒரே ஒரு விஷயம் என்ன ஃபீல் ஆகுதுன்னா பத்தில் நிறையத்தில் அவங்க எமோஷனல் ஆகணும்னு சொல்லி நிறைய சீன்ஸ் வச்சுக்கிறாங்க தெரியுது நல்லாவே. ஆனால் அது நமக்கு எமோஷன் வர மாட்டேங்குது. அந்த எமோஷன் யாரை சொன்னாலும் எதனா சொல்லி யாரை தான் போடணும் உனக்கு சொல்லி ருக்மணி வசந்த் போட்டு. ஆனால் நிறைய ஷாட்டில் உடம்பு பயங்கரமாக குறைஞ்சிருக்கு, நிறைய ஷாட்டில் நல்லா குண்டு தெரியுது, வயிறு தொப்பை. யாரை சொல்ற? மோகன்லால் தான்டா ஃபர்ஸ்ட் ஹாஃப்ல கொஞ்சம் ஒல்லியா அதான் மேபி அந்த ஆப்ரேஷன் பண்ணணும் அதுதான் டச்சா. You can sit now. Come on, sit. Your back has healed now and you're perfectly fine to travel anywhere you want. ഇപ്പൊ സമാധാനായില്ലേ? ഇഷ്ടം പോലെ ഇരിക്കാം, ട്രാവൽ ചെയ്യാം. പക്ഷെ ഇവിടെ ചെറിയൊരു പിടുത്തം ഉണ്ട്. ഡോക്ടർ, ലിറ്റിൽ പെയിൻ ഹിയർ. No. You're feeling that because you haven't been sitting for so many days. The fracture has healed completely. That's good. അല്ല, പെട്ടെന്ന് യാത്ര ചെയ്യുമ്പോഴേ ഈ ഫ്ലൈറ്റ് എയർ പോക്കറ്റിൽ വല്ലതും വീണ പ്രശ്നമുണ്ടോ? അല്ല, കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കാം. Doctor, he's saying that he's worried about air pockets. While traveling, turbulence, air pockets, am I able to fly? Yes, definitely. Everything has gone back to normal. That's my guarantee. Thank you, doctor. Welcome. डॉक्टर, ये लिटिल पेन. नहीं, आप बिल्कुल चिंता मत करो. सब ठीक है अभी. हाँ, संदीप जी, आप अपना एक्सरसाइज चालू रखो. योगा, फिजियोथेरेपी. Can you send me the details? Why don't we make a 3D model and show it? അമ്മയോ പയ്യൻ പിടിച്ചിട്ടാ. Shall I serve the main course, ma'am? No, after 10 minutes. Sure, ma'am. Thank you. വന്ന ദിവസം തൊട്ട് പല്ലവിയുടെ ഭക്ഷണം കഴിച്ച് സന്ദീപ് മടുത്തിട്ടുണ്ടാവില്ല. ഇനിയിപ്പോ നാട്ടിലേക്കല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിക്കാലോ. ആ, ടിക്കറ്റ് നോക്കിയോ? ഇല്ല, നോക്കാം. ഇല്ല, നോക്കാൻ പറ്റേ. അച്ഛന് വേറെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടായിരുന്നോ? വേറെന്തെങ്കിലും? അച്ഛന് വലിയൊരു ആഗ്രഹം ബാക്കിയുണ്ടായിരുന്നു. അന്ന് അമ്മ അതിന് സമ്മതിച്ചില്ല. കണ്ടോ, അതാണ്. എന്തായാലും പറയൂ, അത് തീർച്ചിട്ട് ഞാൻ പൂനെ എന്ന് പോവും. ഒരു ഫയർ എസ്കേപ്പ്. ഫയർ എസ്കേപ്പോ? അതെന്താ? ഒരു മാജിക് ആക്ട് ആണ്. ഈ ചെയ്യുന്ന ആളെ ഒരു ബോക്സിലടച്ച് ഈ ചങ്ങലെടുത്ത് പൂട്ടും, എന്നിട്ട് ചുറ്റിനും തീയിടും. ആ തീ ഫുള്ളായിട്ട് പിടിക്കുന്നതിന് മുമ്പ് ആ ലോക്ക് ഓപ്പൺ ചെയ്ത് എസ്കേപ്പ് ചെയ്യണം. ആ എസ്കേപ്പ് ചെയ്യുന്ന സ്പീഡാണ് മാജിക്. കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ സാൻഡിക്ക് അത് ചെയ്യാൻ പറ്റും. അല്ല, അത് വേണ്ട. വേറെ എന്തെങ്കിലും സിമ്പിളായിട്ട് ഒന്നുമില്ലേ? അന്നത്തെ പോലെ മാപ്പ് കൊടുക്കൽ പോലെ വല്ലതും? വേറെ സിമ്പിൾ ആയിട്ട് 2 ദിവസത്തേക്ക് നാട്ടിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. ബാംഗ്ലൂർ വഴി കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കണം. വേണ്ട, ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളപ്പോൾ എടുത്താൽ മതി. അതാകുമ്പോൾ ഒറ്റ വണ്ടിക്ക് നമുക്ക് അങ്ങ് എത്താമല്ലോ. എന്താ, അവര് പൊട്ടന്മാരൊന്നുമല്ല, അവർക്ക് പരിപാടി പിടിയിട്ടിട്ടുണ്ട്. ഞാൻ വളരെ നാച്ചുറൽ ആയിരുന്നില്ലേ? അയാൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്യണോ? അതിനെന്താ? അതായിരുന്നു നാച്ചുറലി അല്ലേ? ഫുൾ ആർട്ടിഫിഷ്യലി ആണോ? ആണ്. യെസ്, നോ, കം ഇൻ. സന്ദീപ്, ഒരു മിനിറ്റ് പുറത്തേക്ക് വരുമോ? മാറാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു വീടും. പോകാൻ വിഷമമുണ്ടല്ലേ? വിഷമമൊന്നുമല്ല. പിന്നെ ഈ കണക്ഷൻ ഫ്ലൈറ്റേ, അത് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയാലും 1.5 മണിക്കൂർ കൊണ്ട് അങ്ങെത്താമല്ലോ. 2 ദിവസം വെയിറ്റ് ചെയ്താലും. എനിക്ക് മനസ്സിലാവും സന്ദീപ്, ഇതൊന്നും വാക്കുകൾ കൊണ്ട് പറയേണ്ട കാര്യമല്ല. എന്താ മനസ്സിലായത്? ഒരാൾക്കൊരു ഇഷ്ടം വരുമ്പോൾ അയാൾക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അത് മനസ്സിലാവും സന്ദീപ്. സന്ദീപിന്റെ കുറ്റമല്ല, ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. സന്ദീപിനോട് ഞാൻ ഓവർ ഫ്രീഡം എടുത്തിട്ടുണ്ട്. അത് അറിയാതെ വന്നു പോയതാ. ഹരിത ജനിച്ചതിന് ശേഷം രവിയുടെ വേൾഡിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് വാസ് ലൈക്ക് ഐ നെവർ എക്സിസ്റ്റഡ്. നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളുടെ ഏറ്റവും ഒടുവിലത്തെ പ്രയോറിറ്റിയായി നമ്മൾ മാറുന്ന ഒരവസ്ഥ. സന്ദീപ് രവിയുടെ ഒരു ബെറ്റർ വേർഷനാണ്. മോർ സെൻസിബിൾ ആൻഡ് എംപത്തറ്റിക്.
അതായിരിക്കും നമുക്കിങ്ങനെ ഒരു അടുപ്പം തോന്നിയത്. അല്ല അത് ഞാൻ അങ്ങനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിക്കൊന്നും വേണ്ട. നമ്മൾ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. ആ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാൽ മതി. അതിനുള്ള റീസൺ അല്ലേ, അത് നമുക്കുണ്ടാക്കാം. എന്തായി? അത് നമ്മൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ പോലും അറിയാതെ വാതിൽപ്പഴുതിലൂടെ കടന്നു വരുന്ന ഒരു കാറ്റ് പോലെ നമ്മളെ വന്ന് തലോടുകയും, അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാറ്റാകും. അതിന്റെ അഗാധമായ ആർദ്ര തലങ്ങളിൽ നമ്മളൊന്ന് ആടി ഉലയുകയും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോൾ ചതറി പതറി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ? ആ അവസ്ഥയിലാണ് ഞാൻ. പറയൂ. നമ്മൾ മറച്ചു വെക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിന്റെ ഭാരം കൂട്ടും. അത് തുറന്നു പറയുന്നതാ എപ്പോഴും ബെറ്റർ. പക്ഷേ തുറന്നു പറയാനൊരു മടി അല്ലേ? എന്നിട്ടും അമ്മയ്ക്ക് മനസ്സിലായല്ലോ. അമ്മ എന്താ പറഞ്ഞേ? ഫ്ലൈറ്റിൽ പോകാനുള്ള പേടിയെ പറ്റി. ഇതൊരു ചെറിയ ആങ്സൈറ്റി ഡിസോർഡർ ആണ്. അന്ന് വീണില്ലേ, ചിലപ്പോൾ അതിന്റെ ട്രോമ ആയിരിക്കും. അത് മാറ്റാനാണ് നമ്മളിപ്പോ പോകുന്നത്. ഇഷ്ടപ്പെട്ട മൃഗം ഏതാ? ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തിന്റെ പക്ഷിയുടെ പേര് പറയൂ. ആട്. ആടാ? ആ. തിന്നാൻ ഇഷ്ടമുള്ള മൃഗത്തിന്റെ പേരല്ല, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മൃഗത്തിന്റെയോ പക്ഷിയുടെയോ പേര് പറയൂ. കുയിൽ അല്ല, മയിൽ. 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 ഇഷ്ടപ്പെട്ട കളർ ഏതാ? മെറൂൺ. മെറൂൺ. എന്നാ 15-നും 50-നും ഇടയിലുള്ള ഒരു സംഖ്യ പറഞ്ഞു. 32. ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. എൻ്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ നടുവേന പേടിയായിട്ടുള്ള ഒരാൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സന്ദീപിന് മെയിനായിട്ട് ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ബാക്ക് പെയിൻ ട്രിഗർ ആവുന്നുള്ള പേടിയാണ്. അതിന് ഫ്ലൈറ്റിൽ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇനി ഇവിടുന്ന് പുറത്തോട്ട് പോകുമ്പോൾ വല്ല പഴുത്തൊലി വേണമെന്നില്ല, വെറുതെ അങ്ങ് സ്ലിപ്പായി വീണാലും പോരെ. അങ്ങനെയുള്ള പേടിയൊന്നും. സന്ദീപിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ കണ്ണുകളിൽ എനിക്കത് കാണാം. എന്താണ്? ഓവർ തിങ്കിങ്. അതിന്റെ സൊല്യൂഷൻ എന്താണെന്നറിയോ? കുറച്ചുകൂടെ ഓവറായിട്ട് ഓവർ തിങ്ക് ചെയ്യുക. ഇപ്പൊ ആ ഫ്ലൈറ്റ് ആ എയർ പോക്കറ്റിൽ വീണതായിട്ട് സന്ദീപ് ആലോചിച്ചില്ലേ? അതിന് പകരം ആ സാധനം റൺവേയിലേക്ക് ഇറങ്ങാൻ നേരത്തെ അതിന്റെ ചക്രം പുറത്തു വരാതെ അത് നിലത്തൊരഞ്ഞ് അതിന്റെ ഫ്യൂൽ ടാങ്കിന് തീ പിടിച്ച് ആ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ചാലോ എന്നാല്. അങ്ങനെ കുറച്ച് ക്രിയേറ്റീവായിട്ട് ഓവർ തിങ്ക് ചെയ്തൂടെ? അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ടോ, ഓവറാണെന്ന് തോന്നിയില്ലേ? അത്രേ ഉള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യണം. മനസ്സുകൊണ്ട് കൗണ്ടർ ചെയ്യാൻ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് വരട്ടുന്ന എന്തിനാ? സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. സൈക്കോളജി കോമൺ സെൻസ് ഉണ്ട്. അതാണല്ലോ ബേസിക് ആയിട്ട് ഒരാൾക്ക് വേണ്ടത്. ഡോക്ടർ പറയട്ടെ സന്ദീപ്. നക്ഷത്രം എന്താ? പൂരം. പൂരം പിറന്ന പുരുഷൻ. ചുമ്മാതല്ല, തർക്കുത്തരം കൂടപ്പറപ്പാണ്. ജനിച്ച മാസം ഏതാ? ഓഗസ്റ്റ് 28. ഓഗസ്റ്റ് 28. അത് ഇന്നല്ലേ? ആണോ? ഹാപ്പി ബർത്ത്ഡേ. അതെന്താ പറയാതിരുന്നേ? അല്ല, ഇതൊക്കെ ആരും ഓർക്കുന്നോ? ബെസ്റ്റ്. എന്തായാലും പേടിക്കുമ്പോൾ മരുന്നൊന്നും വേണ്ട. പക്ഷെ ജ്യോതിഷത്തില് വിശ്വാസം ഉണ്ടെങ്കിൽ ചെറിയ പൊട്ടിക്കൈകളൊക്കെ ഉണ്ട്. അത് ഞാൻ എന്തായാലും വാട്സാപ്പിൽ അയച്ചു തരാം. എന്തായാലും ജന്മനക്ഷത്രത്തില് ശിവക്ഷേത്രത്തില് കുറച്ച് വഴിപാടുകൾ ചെയ്യാം. പൂരം. താങ്ക് യു ഡോക്ടർ. നെക്സ്റ്റ്. ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. പണ്ട് പിറന്നാളിന് അമ്മ പായസം വയ്ക്കുമായിരുന്നു. കുളിച്ച് കുറിയൊക്കെ തൊടിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയായിരുന്നു. പക്ഷെ ഒരു ബർത്ത്ഡേ കേക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതെന്താ? അതൊന്നാമതായി ഞാൻ ആരോടും പറയാറില്ല. പിന്നെ കേക്ക് വാങ്ങിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സർക്കിളല്ല നമ്മുടെ. എങ്കിൽ ഇനിയുള്ള എല്ലാ ബർത്ത്ഡേക്കും സാൻഡി കേക്ക് കട്ട് ചെയ്തിരിക്കും. അതെന്റെ പ്രോമിസ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേ, അതുകൊണ്ടാണ് ഞാനിന്ന് ഈ മുറി കാണിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലുള്ളപ്പോൾ
അച്ഛൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഈ റൂമിലായിരുന്നു. ദിസ് വാസ് ഹിസ് ഫേവറേറ്റ് സ്പേസ്. പാട്ടൊക്കെ വെച്ച് ഒരു ഡ്രിങ്കൊക്കെ എടുത്ത് ആൻഡ് യൂസ് ടു ലവ് റീഡിങ്. സംടൈംസ് ഒരു ബുക്കൊക്കെ ഒരു സിംഗിൾ ഗോള് ഫിനിഷ് ചെയ്യായിരുന്നു. അച്ഛൻ ലാസ്റ്റ് വായിച്ചുകൊണ്ടിരുന്ന ബുക്കാണ്. ഒരു ഫ്രണ്ടിൻ്റെ കോള് വന്നപ്പോൾ ഏർജൻറ്റാന്ന് പറഞ്ഞ് ബൈക്ക് എടുത്ത് പോയതാണ്. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ആക്സിഡൻറ്റ്. സാൻഡി എന്ന് ചോദിച്ചില്ലേ അച്ഛൻ്റെ ഫോട്ടോസ് ഒന്നും കണ്ടില്ലല്ലോ എന്ന്? ദാ അത് മുഴുവൻ അച്ഛൻ്റെ ഫോട്ടോസാണ്. ഞാനത് നോക്കി ഇങ്ങനെ ലോസ്റ്റ് ആയിരിക്കുന്നത് കണ്ട് അമ്മ എല്ലാം മാറ്റി വെച്ചതാ. സാൻഡി വേണമെങ്കിൽ നോക്കിക്കോ. വേണ്ട. എന്താ എല്ലാവരും പറഞ്ഞ കേണലിൻ്റെ ഒരു രൂപം എൻ്റെ മനസ്സിലുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അച്ഛൻ്റെ ഫോണാ. ഞാൻ ലോൺലി ആയിരിക്കുമ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ പ്ലേലിസ്റ്റ് കേൾക്കാറുണ്ട്. അച്ഛനൊരു ബിഗ് മുഹമ്മദ് റാഫി ഫാനായിരുന്നു. ഒരു ദിവസം ലേറ്റ് നൈറ്റ് ഞാൻ തനിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാറിൻ്റെ ടയർ ബേർത്തായി. ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ അപ്പം തന്നെ വന്നു ടയർ മാറ്റിയിട്ടു. നെക്സ്റ്റ് ഡേ അച്ഛൻ ആദ്യം ചെയ്തത് എന്നെ ടയർ മാറ്റാൻ പഠിപ്പിക്കില്ല, ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാം. എന്നാലും ലേറ്റ് ആയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ തനിച്ച് കാർ എടുക്കാറില്ല. ഫോണെടുത്ത് വിളിക്കാൻ അച്ഛനില്ലല്ലോ. ദൂരെ പോസ്റ്റിംഗ് കിട്ടി പോകുമ്പോൾ ഞാൻ ഡെയിലി അച്ഛനെ ടെക്സ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ടെക്സ്റ്റ് അയക്കണ്ട, വോയിസ് നോട്ട് അയച്ചാൽ മതിയെന്ന്. അപ്പോൾ അച്ഛന് എൻ്റെ ശബ്ദം കേൾക്കാമല്ലോ. തിരിച്ച് അച്ഛന് റിപ്ലൈ തരും. അതൊന്നും അച്ഛൻ ഡിലീറ്റ് ചെയ്യാറില്ല. ഇപ്പോഴും ഇതിലുണ്ട് അച്ഛൻ്റെ ശബ്ദം, എന്നെ കളിയാക്കുന്നത്, ഉപദേശിക്കുന്നത്. കേട്ടു നോക്കൂ. ഭാഗ്യം ചെയ്ത മക്കൾക്ക് ഇത്രയ്ക്ക് സ്നേഹം കിട്ടും. You are so blessed. காட்ட மாட்டான் உங்களுக்கு கடைசி வரைக்கும் கூட இந்த சீன் வந்து பாரு லிரிக்ஸ் கூட டோன்ட் கிரை ஆனால் எனக்கு ஒன்றுமே ஃபீல் ஆகுது. ഇതുപോലെ കല്ലിഞ്ചാ വരണോ? നീ നാളത്തെ ഫ്ലൈറ്റിന് ടിക്കറ്റ് ഉണ്ടോ നോക്കി. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ ബാംഗ്ലൂർ വഴിയായാലും മതി. അവളെ റിജക്ട് ചെയ്താ? പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ പറയണ്ടേ? വേണ്ട. ഇപ്പൊ പറഞ്ഞില്ല, എപ്പോ പറയാനാ? പറയില്ല, പറയാൻ പാടില്ല. വേണ്ടാത്തതൊക്കെ ആലോചിച്ച് കൂട്ടിയതിന് ശരിക്കും ഒരു ഗിൽറ്റി ഫീലുണ്ട് എനിക്കിപ്പോൾ. അല്ല, ചോദിച്ചിരുന്നെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടിയാണേ. എന്ത് വേണ്ട എന്നൊരു ക്ലാരിറ്റി ഉണ്ട് എനിക്കിപ്പോൾ. അത് മതി. ദൈവം നീട്ടിത്തന്നൊരു ബോണസ് ലൈഫാണ് എൻ്റെത്. അതും അവരുടെ ദേഹമുണ്ട്. അത് വെച്ചുകൊണ്ട് വേറൊരു രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. ഇതിവിടെ തീർന്നു. ഈ ടിക്കറ്റ് ഒക്കെ സാബ്, आपसे मिलने ജേക്കബ് സാബ് ആയേ ഹേ. ആ സന്ദീപ്, നോ പറയരുത്, പേടിക്കണ്ട. ചെറിയൊരു കാര്യമാണ്. എന്നെ പോലെ കേണലിൽ ക്ലോസ് ആയിട്ട് കുറച്ച് പേര് കൂടി. സന്ദീപ് നടുവിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോ സമയമുണ്ടല്ലോ എന്ന് കരുതി എല്ലാവരും ഇരിക്കുമായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് അവർക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് ഒന്ന് കാണണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട, ഞാൻ കൊണ്ടുവരാമെന്ന്. അടുത്ത ശനിയാഴ്ച ചെറിയൊരു ഗെറ്റ് ടുഗദർ. അപ്പോ എല്ലാവരും ഹാപ്പിയാവും. ഞാൻ നാളെ സ്ഥലം വിടും, പിന്നെ ഒരിക്കൽ വരാം. സത്യമായിട്ടും വരാം. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അടുത്ത ദിവസം സൺഡേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് വേണമെങ്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട. ഇപ്പൊ തന്നെ കുറേ ദിവസമായിട്ട് വിട്ടയക്കുന്നു. എനിക്ക് നാട്ടിലൊരു ബിസിനസ് ഉണ്ട്. ചിരിപ്പിക്കല്ലേ. സന്ദീപ് പറയുന്നത് പൂനെയിലൊരു ബിസിനസ് മാഗ്നറ്റോടാ. സ്റ്റീഫൻ ഒരു ദുബായ് ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് അവിടെ നിൽക്കണത്. ഹേയ്, ഇറ്റ് വിൽ മീൻ എ ലോട്ട് ഇഫ് യു സ്റ്റേ ബാക്ക്. യാ, അവർക്കതൊരു സന്തോഷമാവും സന്ദീപ്. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോവാം. അപ്പോൾ അത് ഉറപ്പിച്ചു. രാത്രി യാത്രയില്ല. നീ വന്നേ. മറ്റേത് വല്ലതും മിന്നിയോ? ഇല്ല. മിന്നും പറഞ്ഞാൽ മതി. അവസാനം അവൻ എന്നോട് പെരുമാറിയത് അത് ആലോചിക്കുമ്പോൾ ഒരു അസ്വസ്ഥത. സ്ട്രെയിൻ എടുക്കില്ല, ഓർഗാനിക്കായിട്ട് പറ്റേ.
ശിവ ബാ ഗുഡ് നൈറ്റ്. പോവാനുള്ള കോൺഫിഡൻസ് ആയോ? എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ എത്തണം. എൻ്റെ മനസ്സിൽ സ്നേഹവും നന്ദിയും മാത്രമേ ഉള്ളൂ. മറ്റൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഫ്ലാറ്റിന്റെ താക്കോല് കെയർടേക്കറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നോ നാളെയോ നിങ്ങൾക്ക് അങ്ങോട്ട് മാറാം. ശരി. സ്ക്രിപ്റ്റ് ഡിസ്കഷനും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ആയിരിക്കും കുറച്ചുകൂടെ സമയം. ഓക്കെ സാർ സാർ ഒരു സെൽഫി. ആ പിന്നെന്താ, ആദ്യമായിട്ടൊരു പ്രോജക്റ്റിന് അഡ്വാൻസ് കിട്ടുന്നത്, അപ്പൊ അതിന്റെ ഒരു ഓർമ്മയ്ക്ക്. അങ്ങനെ അവർ രക്ഷപ്പെട്ടല്ലേ? നാട്ടിലെത്തിയാൽ നീയും പോവായിരിക്കും. പിന്നെ ജീവിക്കണ്ടേ? നിങ്ങളിപ്പോ ഓക്കെയാണ്. ഹാർട്ടൊക്കെ നമ്മളിപ്പോ ഒരു കല്ല് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി അലിയാണ്ട് നോക്കിയാൽ മതി. നിനക്ക് എൻ്റെ കൂടെ നിന്നൂടെ? എനിക്കൊരു കൂട്ടായിട്ട്. കാര്യം എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ സത്യമായിട്ട് നിങ്ങൾക്ക് ഇനി ഒരു നേഴ്സിന്റെ ആവശ്യമില്ല. നഴ്സായിട്ടൊന്നും വേണ്ട. എൻ്റെ ഒരു ഫുൾ ടൈം മാനേജറായിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സൊക്കെ ഒന്ന് വലുതാക്കണം. നല്ല ശമ്പളം തരാടാ. അപ്പൊ പിന്നെ കടം വീട്ടാൻ വേണ്ടി ജർമ്മനിക്ക് പോകണമെന്നൊന്നും അമ്മ പറയില്ല. അതെ, സ്ട്രെസ് ഒന്നും വേണ്ട. നന്നായിട്ട് ഉറങ്ങി എണീറ്റ് മുഖമൊക്കെ കഴുകി നല്ല ഫ്രഷ് ആയിട്ട് നാളെ പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ പറഞ്ഞ പ്രശ്നമുണ്ടോ? ഹലോ. ഹലോ. സോറി, ഞാൻ പേര് മറന്നു. ജെറി. ശരി, ഹലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? എനിക്ക് ഹരിതയോട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ഡോണ്ട് വറി, നത്തിങ് പേഴ്സണൽ, ജസ്റ്റ് എ പ്രൊഫഷണൽ മീറ്റിംഗ്. വർക്ക് റിലേറ്റഡ് ആയിട്ടാണ്. അതിന് ഹരിതയുടെ ഫോണിൽ വിളിച്ചാൽ പോരെ? ഷീസ് ബ്ലോക്ക്ഡ് മീ. ഹരിത മാത്രമല്ല, അവളുടെ അമ്മയും ഫ്രണ്ട്സും എല്ലാം. എനിക്ക് എൻ്റെ സൈഡ് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ചാൻസ് പോലും അവൾ തന്നിട്ടില്ല. ആൻഡ് ട്രസ്റ്റ് മീ, ഐ എം നോട്ട് എ ബാഡ് പേഴ്സൺ. നിങ്ങൾ ചെയ്തത് ഹരിതയ്ക്ക് വല്ലാത്ത ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിൽ ഒരാൾ സ്പൈ ആപ്പ് കയറ്റി മെസ്സേജ് വായിച്ചാലോ? കിരൺ, അത് ഓക്കെ ആണോ? ചേട്ടാ, ഐ എം നോട്ട് ജസ്റ്റിഫൈങ്. ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് യു. ആൻഡ് ഷീ വാസ് മൈ എവറിഥിങ്. ഇൻഫാക്ട് ഷീ സ്റ്റിൽ ഈസ്. ചേട്ടാ, ഇഫ് പോസിബിൾ അവളോട് എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വരാൻ പറയണം. ഹരിത നോക്കിയിരുന്ന ഒരു പ്രൊജക്ടിൻ്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്, നത്തിങ് എൽസ്. ആള് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ബ്രോ. ഞാൻ കൊണ്ടുവരാം. താങ്ക്സ് ചേട്ടാ, മീൻസ് എ ലോട്ട്. താങ്ക് യു. ഇവൻ നമ്മൾ വിചാരിച്ചത്ര കുഴപ്പക്കാരനല്ല. കണ്ണൊക്കെ നിറഞ്ഞു പാവം. ശരിയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ മനസ്സിലെ കൺഫ്യൂഷനൊക്കെ മാറാനും ഇന്ന് നാട്ടിൽ തിരിച്ചെത്തേണ്ട നമ്മൾ ഇവിടെ വന്നിരിക്കാനും നമ്മുടെ മുന്നിലേക്ക് കറക്റ്റായിട്ട് ഇവനെ കൊണ്ടു നിർത്താനും ഇതെല്ലാം അങ്ങേര് കണ്ടിട്ടുണ്ടാവും. ആര്? മറ്റേ ചിറ്റപ്പന? ചിറ്റപ്പനല്ലടാ, ദൈവം. ഓ ഗോഡ്. വേറെ ആര് പറഞ്ഞാലും ഞാൻ വരില്ലായിരുന്നു കേട്ടോ. വന്ന് വന്ന് സാൻഡി പറഞ്ഞാൽ നോ പറയാൻ പറ്റാതെയായി. മേ ബി ഐ ബ്ലൈൻഡ്ലി ജഡ്ജ്ഡ് കിരൺ. ഇപ്പൊ ഒന്ന് കാമായി ആലോചിക്കുമ്പോൾ എൻഗേജ്മെന്റിന് അന്ന് ഞാൻ കുറച്ച് ഓവറായി പോയെന്നൊരു സംശയം. അങ്ങനൊരു സംശയം എന്തായാലും വേണ്ട. നല്ല ഓറായിരുന്നു. ഓൺ ടൈം. വരൂ, പ്ലീസ് ഹാവ് എ സീറ്റ്. ഹായ് അനുജ്. രണ്ടാളും ഓഫീസിലൊക്കെ വന്ന് തുടങ്ങിയല്ലോ. പാർട്ട്നേഴ്സ് അല്ലേ, വരണ്ടാൻ പറയാൻ പറ്റില്ല. എന്തിനാ വരാൻ പറഞ്ഞേ? ഓക്കെ, ഐ ഡയറക്ട്ലി കം ടു ദ പോയിന്റ്. ഹോപ്പ് യു നോ, 4 കോടി രൂപയുടെ EMI ഞങ്ങൾ അടയ്ക്കുന്നുണ്ട്. പക്ഷേ ബിഗ് പ്രോജക്ട്സ് ഒന്നും വരുന്നില്ല. അത് കണ്ടുപിടിക്കണം കിരൺ. നല്ല സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്താൽ മതി. 2 പേര് വന്നു, but they are nothing compared to you and Jitin. So നീയും ജിത്തിനും ഈ കമ്പനി വിട്ടു പോകണ്ട. That's not for you to decide. സ്പൈ ആപ്പ് കൊണ്ട് അങ്ങനെ ഒരു യൂസ് ഉണ്ടായി. നീയും ജിത്തനും വേറൊരു കമ്പനി തുടങ്ങാൻ പ്ലാൻ ഉണ്ടാക്കില്ലേ? പിന്നെ ദാറ്റ് മെഡിക്കൽ കോളേജ് റെസ്റ്റോറേഷൻ കോൺട്രാക്ട് എല്ലാം ഞാൻ അറിഞ്ഞു. 7 crore കോൺട്രാക്ട് അല്ലേ? വാട്ട് എ ഡീൽ. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇങ്ങനെ ഒരു സീക്രട്ട് ബിഫോർ എൻഗേജ്മെന്റ് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഷോക്ക്. കിരൺ, എനിക്ക് പണ്ട് മുതലേ നീയായിട്ട് പ്രൊഫഷണൽ ഇഷ്യൂസ് ഉണ്ട്. നിന്റെ സ്റ്റുപ്പിഡ് പ്ലാനിങ്ങും തോന്നുമ്പോൾ എടുക്കുന്ന ലോണും പിന്നെ ആ 2 ഇഫ് നോട്ട് നൗ
I would have left someday for sure. Who the hell you think? ബ്രോ എൻ്റെ വീട്ടിലെ എരുമയെ അമ്മച്ചി വിറ്റത് അപ്പനോട് പറയാണ്ടാണ്. ചില കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പറയണതാണ് നല്ലത്. इनके टके चुप हो जा वरना यही लिटा लिटा के मारूंगा तेरे को. You were never this bad, Kiran. You seem like a total stranger to me now. Obviously stranger ആവും. എല്ലാവരും മുന്നിൽ വെച്ച് മാരേജ് ബ്രേക്ക് ചെയ്തിട്ട് ഡയലോഗും മറിച്ചു പോയപ്പോൾ did you ever for once think about me? No, right? To be honest, ഈ അഗ്രിമെന്റ് ഒരു വിഷയമേ അല്ല. It's just the beginning. മെഡിക്കൽ ആണെങ്കിൽ നീ കണ്ടിട്ടില്ല. അയ്യോ ഇപ്പം അങ്ങനെ മിടുക്കുള്ള ആണ് പെണ്ണ് എന്നൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ കരഞ്ഞ് പറ്റിച്ച് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇമാതിരി ഷോ കാണിക്കുന്ന നിന്നേക്കാൾ മിടുക്ക് നീ ചെയ്ത തെറ്റത്തിനെ ക്ഷമിച്ച് നിന്നെ കാണാൻ ഇവിടെ വന്ന് ഈ കുട്ടിക്കുണ്ട്. സോ അത് വിട്. തനിക്ക് നാട്ടിലൊന്നും പോകണ്ടേ? അതോ ലൈഫ് ലോങ് ബെഡ് റെസ്റ്റിൽ പൂനെയിൽ തന്നെ കിടക്കാനാണോ പ്ലാൻ? മോനിപ്പോൾ ആകെ ടെൻഷനിലാണ്. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഈ കാര്യം പിന്നെ സംസാരിക്കാം. ഹരിതാ വാ. എന്തിനു പറ്റിയാ? ஃபர்ஸ்ட் கொஞ்சம் ஆபரேஷன் பண்ணி கொஞ்ச நாள் இப்போ சொன்னாங்களே ஹார்ட் ராக்ட் ஆயிடுச்சு இப்படி பொலப்பர் நடி. എടാ ഈ ക്ലൗഡ് കിച്ചൺ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് நான் என்ன பண்ணிட்டேன் നല്ലവണ്ണം പണിയെടുത്തുള്ള കൈകളായത് അത് സ്ട്രോങ് ആക്കാനാണ്. ഇവന്മാർക്കൊക്കെ ഇത് തുടങ്ങാല്ലേ? ஃபுல்லு பேர் எல்லாம் நோஸுக்கு தான் அடி. இப்படி தான் வாங்கணும். எப்படா அவன் வந்து கல்யாணம் பண்ணி இது வச்சது? எல்லாருக்கும் தான் டக்குன்னு மயக்கம் வந்துடும்ல. ഇപ്പം ഇത്രയും മതി. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വരാം. നമസ്കാരം. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എനിക്കിതൊന്നും ശീലമുള്ള കാര്യമല്ല. ഇങ്ങനൊരു സദസ്സിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സാധാരണക്കാരനായ എന്നെ പോലെ ഉള്ള ഒരാൾക്ക് തോന്നേണ്ട ചങ്കടിപ്പൊന്നും എനിക്കിപ്പോൾ ഇല്ല. ഒരു സമാധാനം, ഒരു കാംനെസ്, അത് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ നിങ്ങളുടെ കേണൽ രവീന്ദ്രനാഥ് ഹൃദയം കൊണ്ട് എനിക്ക് തന്ന പുതിയൊരു ധൈര്യമാകാം. അതല്ലെങ്കിൽ പുതിയൊരു ഞാൻ തന്നെയാകാം. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ദേഹത്തൊരു തുന്നലിടുന്നത്. അച്ഛൻ്റെ സൈക്കിളിൻ്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കാല് വീലിനിടയിൽപ്പെട്ടു. ഈ പാദം നന്നായിട്ട് മുറിഞ്ഞു. ആ സൈക്കിളിൻ്റെ പുറകിലിരുന്ന് ഞാൻ കരഞ്ഞതിനേക്കാൾ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അച്ഛൻ എന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ വെച്ചാണ് ഡോക്ടർമാർ മരുന്നിൻ്റെ മണം, സ്റ്റിച്ചിൻ്റെ വേദന, ഇതൊക്കെ ഞാൻ അറിയുന്നത്. അത് കഴിഞ്ഞതേ ഇദ്ദേഹം ഇവിടെ വന്നപ്പോഴും ഒരു വ്യത്യാസമുള്ളത്, അന്ന് തുന്നലൊക്കെ കഴിഞ്ഞ് കരഞ്ഞ് തളർന്ന് എൻ്റെ അടുത്ത് എൻ്റെ ഈ 2 കൈയും പിടിച്ചുകൊണ്ട് അച്ഛനും അമ്മയും ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വേദനയും ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ അതിലും എത്രയോ വലിയ ഒരു സർജറി കഴിഞ്ഞ് ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ മുന്നിൽ ഞാൻ കണ്ടത് കുറച്ച് മെഷീനുകളും ഒരു ലൈറ്റ് ബ്ലൂ കേർട്ടനും പിന്നെ ഈ നെഞ്ചിലെ മുറിവിലെ നീ. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇന്ന് ഈ ദിവസം മുതൽ എനിക്കത് ക്ലിയറായി.
കേണൽ രവീന്ദ്രനാഥ് നൽകിയിരുന്ന കരുതലും സ്നേഹവും ഹരിതയ്ക്കും മാഡത്തിനും ഇനി എന്നും ഉണ്ടാകും ഒരു വെളിപ്പുറത്ത്. കാരണം ഹൃദയം മാറ്റിവെച്ചപ്പോൾ എനിക്ക് കിട്ടിയത് പുതിയൊരു ഹൃദയം മാത്രമല്ല, പുതിയൊരു കുടുംബവും കൂടിയാണ്. ഞാൻ ഇവർക്ക് കൊടുക്കുന്ന ഈ ഉറപ്പ് മാത്രം മതി ഇനി അങ്ങോട്ട് എനിക്ക് ജീവിക്കാനുള്ള കരുത്തായിട്ട്. സന്ദീപ് ഒന്ന് നിന്നേ. ഇത് കേട്ട് വെച്ചിട്ടുണ്ടല്ലോ മറ്റേ അതിന് എനിക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നണ്ടേ? എന്തെങ്കിലും തട്ടി വിടണം. പുള്ളി പോയി ആത്മാവിനോട് ചോദിക്കൊന്നുമില്ലല്ലോ. ഇറ്റ് വാസ് സോ ടച്ചിങ്. കണ്ണ് നിറഞ്ഞു പോയി. മറ്റേ എന്തെങ്കിലും തോന്നിയാ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോ. അല്ല, ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ട. പിന്നെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ നീരസത്തിന്റെ കാരണം ഒരു മിന്നായം പോലെ എനിക്ക് തോന്നി. അവൻ മിന്നിച്ചതാ. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. പാപ്പാ ഓർഗാനിക് ആയിട്ട് വന്നതല്ലേ, പെട്ടെന്ന് പറഞ്ഞു അല്ലേ, മറന്നുപോകും. അതത്ര ഗൗരവമുള്ള കാര്യമൊന്നുമല്ല. അല്ല, കേണലിനെ അദ്ദേഹത്തിൻ്റെ സമയം കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടായിരുന്നു. അതിനിടയിൽ ജേക്കബ് സാറ് കയറി വന്ന് വെറുതെ സംസാരിച്ച് സമയം കളയുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഓ, അത് ശരി. അപ്പോൾ ഞാൻ അനാവശ്യമായി വലിഞ്ഞു കയറി വന്ന് അവൻ്റെ വിലപ്പെട്ട സമയം കളയാറുണ്ടായിരുന്നെന്ന്. അല്ല, അങ്ങനെ എന്തോ ആണ്. ജേക്കബ് സാർ അത് കാര്യമാക്കണ്ട. കഴിവറുടെ മോനെ, നീ എന്താണ് വിചാരിച്ചേ? മറ്റുള്ളവരുടെ സമയം വെറുതെ സംസാരിച്ച് കളയുന്ന ഊളയാണ് ഞാനെന്നോ? എടാ, നിന്റെ അമ്മായിപ്പ കേസിൽ കുടുക്കി നീ ഡിപ്രഷൻ അടിച്ചിരുന്നപ്പം ഞാനേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് കമ്പനി തരാൻ. അപ്പോൾ നിന്റെ സമയം ഞാൻ കളഞ്ഞായിട്ടൊന്നും തോന്നിയിട്ടില്ലല്ലേ? നീ മിണ്ടരുത്. നീ കോവിഡ് പിടിച്ച് കിടന്നപ്പോൾ ആശുപത്രി കൊണ്ടുപോയി കൂട്ടിരുന്നത് ആരാടാ നന്ദി കെട്ടവനെ? നിന്റെ സമയമല്ല, എന്റെ സമയാ നീ കളഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഞാൻ നേരം കൊല്ലി പുല്ലൊക്കെ പട്ടേ. സന്ദീപിനോടല്ല, ഈ തെണ്ടിയോടാ പറഞ്ഞത്. നാളെയല്ലേ പോണേ? നാളെ പോണം. അപ്പൊ ഗുഡ് നൈറ്റ്. അവന്റെ ഒരു കിറ്റും എനിക്ക് ജീവിതത്തില്ല. താങ്ക് യു സർ. ജീവൻ നിലനിർത്തിയതിന് മാത്രമല്ല, ബെറ്ററായ ഒരു ജീവിതം കുറച്ച് ദിവസത്തേക്കെങ്കിലും. അതൊരു ഫീലിംഗ് மட்டும் வளர்ந்துட்டு இருக்குது. குட்டியாக அந்த மாதிரி இருந்துச்சு ஸ்டார்டிங்கில். விளாண்டு இருந்தாரு குட்டியாக அந்த மாதிரி இருந்துச்சுடா. டேரக்டர் இல்லை, அது படத்தில் என்னாச்சு இருக்கு? காசெல்லாம் போயிடுச்சு.
ഇതിൽ അർജന്റ് ரியலா அந்த பசங்க தான் இந்த படத்தோட ரைட்டர். കാക്കനാട് ഔട്ട്ലെറ്റിലെ 10 മിനിറ്റ് നീ അവിടെ എത്തണം. എത്താന്ന് പറഞ്ഞു ഇവിടെ നിന്നാ പറയാം. എത്തണം ഇവിടെ. பையன் பேர் தானடா இருந்தது. സന്ദീപേട്ടാ பக்கத்து வீட்டுல ஒரு கதை. കൊടുക്കാന്നോടാ. മനുഷ്യൻ എനിക്ക് ഇങ്ങോട്ടാണ് ഡെലിവറി. ഇങ്ങോട്ടും ഡെലിവറിയോ? ആ ചെല്ലു വേഗം. எல்லா பர்த்டேக்கும் கேக் வரும்ல. എന്താണ് உண்மையிலே ஒரு பொண்ணு வந்து கிஸ் பண்ண போது நான் ஜாதகம். டேய் ஜஸ்மின் தானே போடு. மணி வேற அடிக்குது. മഴ കൊതിക്കുന്നു. എന്റെ ചിന്തകൾക്കപ്പുറത്ത് നീ പ്രതീക്ഷിക്കാത്ത നേരത്ത് ഉണ്ടായിരിക്കപ്പ. தயவு செய்து சும்மா அது நடக்கட்டும். நீங்க எங்க கூப்பிடுங்க உள்ள. சீன் செம்மையா எடுத்து. ஆக விழுதயபூர்வம். எஸ் நைஸ் மூவி. ஃபீல் சத்யன் அன்டிகாட் மேஜிக். இந்த காம்போக்கு நான் என்ன எதிர்பார்த்தனோ அது அப்படியே இருக்கு இந்த படத்துல. லாலிட்டன் அவர் எனக்கு தெரிஞ்சு ஷூட்ஸ் வந்து கொஞ்சம் மாறி மாறி வந்ததுன்னு நினைக்கிறேன். டேஸ் சில ஷாட்ஸ்லாம் ரொம்ப ஸ்டொமக்கே இல்ல, சில ஷாட்ஸ்ல வந்து ஸ்டொமக் இல்லடா. அது எனக்கு தெரிஞ்சு இந்த எம்புரானு துடரம்ல இதோட பயங்கரமா இருந்துச்சு. இல்ல துடரம்ல கூட பல்க் சொல்ல இதுல என்னன்னா ஒரு வெயிட் மட்டும் குறையில ஃபிட்டா இருந்த மாதிரி இருந்தது. ஏன்னா அந்த பைக் கழுவுற சீன்லாம் பத்தி அந்த டிஷர்ட் போட்டுருந்தாரு. இல்லடா அது என்னன்னா ஆபரேஷன் முடிஞ்சு கொஞ்சம் கொஞ்சமா உடம்பு ரெக்கவர் ஆகுதா என்னன்னு தெரியல. அதனால இல்ல எனக்கு என்ன தோணுச்சுன்னா வந்து இங்கேயும் சரி ஆபரேஷன் ஆகி கொஞ்ச நாள் இங்க இருந்தாரு பத்தியா, அப்பவும் ஃபிட் சீன் நிறைய இருந்தது. பூனேல போயிட்டு 2-3 ஷாட்ல வந்து ஃபிட்டா இருந்தாரு. அதனால தான் நல்ல சாப்பாடு சாப்பிட்டு கொஞ்சம் வெயிட் போட்டாரா. இல்லை அங்கே அவரே தானே செஞ்சு சாப்பிட்டுக்கிறாரு. இங்கே ஒரு ப்ரிப்பேர் நல்ல கேரிங்காக இருக்காங்க. அது அந்த இதுதான் எனக்கு வந்து, ஏன்னா நான் வந்து ஒரு வாவா பார்த்தேன்னா இப்போ கொஞ்சம் திடீர்னு உடம்பு கொஸ்டாருன்ற மாதிரி இருந்தது. ஆனால் படத்தில் வந்து சிறான கேரக்டரும் சரி ஸ்டோரி வைஸும் சரி நல்லா எனக்கு இந்த மாதிரி வேர்ஷன் தான் எனக்கு பிடிச்சிருக்கு. அவரோட இந்த ஒரு மாதிரி சட்டுகளாக அப்படியே ஸ்டோரியோடு போகிறது தான். நம்ம நாடகம் இதே மாதிரி தான் இருந்துச்சு. சத்யன் அந்திகாட் அவர் வந்து இப்பவும் இந்த மாதிரி எடுக்கு கிளின்ட் ஈஸ்ட்வுட் மாதிரி அவர் இன்னமும் எடுத்துங்கிறாரு. அவர் இத்தனை வயசுல அமல் ஜோசப் அவர் பேர் ஒரு காம்போ ஃபுல் நேம் தெரியல. ஆனா அமல் தான் எனக்கு அமல் ஜோசப் தான் பிரேமோல ஃபிக்ஸ் ஆயிடுச்சு. அப்படியா? அவரும் நல்லா கேரியா கூடிய கரெக்டாக இருந்தது. அந்த இந்த சீன்ல அவர் வந்து டென்ஷன் ஆகும்போது இப்படின்னு வருவாருப்பா விட்டுருங்கப்பா அப்படின்னா நல்லா இருந்துச்சு. அதுவும் இல்லாம அந்த அவருத்துல ஒரு இது பூச்சிருந்ததுன்னா ஹாஸ்பிட்டல் சரியாயிடுச்சு நீங்க டிராவல் பண்ணி லைட்டா கொஞ்சம் போய் வெளியே வந்துட்டு எதுவுமே கேட்கல. ஆனா எனக்கு கடைசியில் தானே புரிஞ்சுது இவரு லைஃப் ஃபுல்லா தனியா தான் இருக்காரு. ஸோ யாருன்னா வந்து ஒரு பொண்ணு பேசினாலே அந்த டக்குன்னு அந்த ஃபீலிங் வந்துடும். அதுதான் வந்து அங்கங்க காமிச்சிருக்காங்க. அது வரையில பிரெயின் வாஷ் வேற பண்ணி வச்சிருக்காங்க இவரை. இந்த மாதிரி மணி அடிக்கும் வந்து கட்டி பிடிப்பாங்க முத்த அது நல்லா இருந்தது. ஆனா எனக்கு ஒன்னே ஒரு விஷயம் தான், ஏன்னா நிறைய இது வந்து நான் நோட்டீஸ் பண்ணதுன்னா அந்த மலை சீன்ல போயிட்டு அவரு ஃபோன் ரெக்கார்டிங் வாய்ஸ் ரெக்கார்டிங் கேட்கும்போது இல்லை அது வந்து எனக்கு தெரிஞ்சு டேரக்டரும் சரி ஸ்க்ரீன் பிளே ரைட்டர் எல்லாருமே வந்து அது ரொம்ப எமோஷ்னலாக இருக்கும் அந்த சீன் அப்படின்னு நினச்சி தான் எடுத்துருப்பாங்க போல. ஆனால் வந்து அந்த அளவுக்கு எனக்கு ரியாக்ட் அந்த இடத்துல வரல. அந்த சீன் மட்டும் இல்லை, அதுக்கு முன்னாடி ஒரு 2-3 சீன்லையுமே வந்து எமோஷன் பயங்கரமாக கன்வே பண்ணணும்னு நினச்சிருக்காங்க. அது ஆனால் அந்த லெவலுக்கு கன்வே ஆகலை. அதெல்லாம் கன்வே ஆயிருந்ததுன்னு வச்சுக்கேன், நானும் தரையாக எழுதிருப்பேன் நான். அது இன்னும் எக்ஸ்டெண்டடாக அந்த கிளைமேக்ஸுக்கான அந்த ஸ்பீச் இன்னும் கொஞ்சம் எக்ஸ்டெண்ட் பண்ணி இன்னும் கொஞ்சம் எமோஷனல் இது பண்ணிடலாம். ஆனால் ஃபீல் குட் மூவி. பட் ஆனால் சில இடத்துல எமோஷன் இன்னும் கொஞ்சம் ட்வீட் பண்ணியிருந்தாங்கன்னா இன்னும் சூப்பராக இருந்திருக்கும். நம்ம இது எப்படின்னா சொல்லாம தெரியல, மெய்யழகன் பார்த்துருப்போம். அதில் வந்து அந்த ட்வீட் பண்ண இடம் தெரியாது. ஆனால் நம்மளுக்கே தெரியாமல் நம்ம சில இடத்துல வந்து அந்த கடைசி ஃபோன் கால் அப்போலாம் ஆனால் ஈஸியாக பார்த்து வந்துருக்கோம் பேசுறது. ஸோ அந்த மாதிரி சின்ன சின்ன இடத்துல எல்லாம் ட்வீட் பண்ணியிருந்தாங்கன்னா படம் வேற லெவலில் வந்துருக்கும். சூப்பராக
ஸோ வந்து எனக்கு படம் வந்து நான் என்ன எக்ஸ்பெக்ட் பண்ணணும் அதுக்கு ஆனால் அந்த படம்லாம் வந்து நல்லா சூப்பரான அருமையான படம். லைட் ஹார்ட்டட் மூவி அருமையாக இருந்துச்சு. எங்க போகுதுன்னே தெரியல, ஆனால் நல்லா இருக்கு. எப்போ வேணா இந்த படத்தை பார்க்கலாம். அதே மாதிரி என்னன்னா எந்த எமோஷனில் நம்ம இருக்கும்போது, ஒரு கோவமாக இருக்கும்போதும் பார்க்கலாம், சேடாக இருக்கும்போதும் பார்க்கலாம். ஏன்னா அந்த படத்தில் வந்து அவ்வளோ மெசேஜஸ் இருந்துச்சு. வந்து சொல்லியிருப்பாங்க அந்த டச்சு தான் அது, அவங்க யாருன்னே காட்டல போகுது. எனக்கு தெரிய வேணாம், எனக்கே ஒரு இமேஜ் அவரோட ஃபீல் இல்ல சரௌண்டிங்ஸை பார்த்துட்டு அவர் இப்படிதான் இருப்பாரு அப்படின்ற ஒரு இதுக்கு நம்ம சில பேரை பத்தி கேட்டே ஒரு இமேஜ் ஃபார்ம் பண்ணி வச்சிருப்போம்ல, அந்த இமேஜ் ஆனால் நேர்ல பார்த்தா டம்மி ஆயிடும். அது கரெக்டா இருந்தது. அது அதே மாதிரி வந்து லைஃப் ஹாஸ் டு கோ மூவ் ஆன், அதெல்லாம் கோ ஆன் அதெல்லாம் இருந்தது. அந்த ஃபைட்டு சின்ன ஃபைட்டு இதெல்லாம் சூப்பரா இருந்துச்சு. ஆனால் அதுக்கு முன்னாடி சட்டில் ஒன்று வச்சுருந்தாங்கடா. அவர் வந்து அப்புறம் அவர் சொல்லியிருந்தார், இந்த மாதிரி நர்ஸு கூட இருந்தார்ல, அவர் சொன்னார் இப்போ வந்து ஹார்ட் கல் மாதிரி ஆயிடுச்சு, ஸோ பிரச்சனை இல்லை நான் கிளம்புறேன் அப்படின்னு சொல்லிட்டு அடுத்த இது வந்து ஃபைட் வச்சாங்க. அதுக்கு முன்னாடி ஃபைட்டில் வந்து அவர் அப்போ தான் ரெக்கவர் ஆகி வந்து சரியா, அப்போ வந்து ஒரே அடியில் வந்து அவர் மயங்கிட்டாரு. இங்கே வந்து அச்சு கழட்டிட்டாரு. எனக்கு இனிஷியலாக இருந்த மோகன்லால் தான் பிடிச்சிருந்துச்சு. அதாவது 2 பேர் பேசினுக்கிறாங்க, இவர் சைடில் ஜஸ்ட் ரியாக்ஷன் மட்டும் தான் கொடுத்துருந்தாரு. அந்த ஒரு வெர்ஷன் வந்து ரொம்ப பிடிச்சிருந்துச்சு. ஓகே, நல்ல மூவி. எந்த எமோஷன் இட்ஸ் a feel good movie, wonderful movie. ஸோ வந்து ஹிருதயபூர்வம் ஒரு ஹோம் மாதிரியான ஒரு ஃபீல் குட் மூவி. ஸோ இங்கே பார்க்கலாம். இல்லை ஃபீல் குட் வேற எதுனா இல்லை நானே ஒத்துக்க. சரி வேற என்ன வெறும் ஃபீல் குட் மூவி. ஆனால் ஹோம் அளவுக்கு வந்து அது வேற ரகம். அது அதே மாதிரி வீட்டுக்குள்ளேயே அப்படி வேணா கம்பேர் பண்ணிக்கலாம். பட் ஹோம் அளவுக்கு ஃபீல் குட் நான் ஒத்துக்க மாட்டேன். ஏன்னா ஹோம் அப்போ அந்த ஸ்பீச் அப்பெல்லாம் லைட்டா கண்ணத்தோட நான் வந்து மறஸ்டேன் கண்ணை மறஸ்டேன். அது வந்து அதெல்லாம் வந்து ஆஃப் தி சார்ட். அதுதான் இதுல மிஸ் ஆச்சுன்னு சொல்லலாம். அதுதான் அந்த எமோஷன். ஆனா வந்து எனக்கு தெரிஞ்சு மியூசிக் இன்னும் நல்லா பண்ணிரலாம். மியூசிக் கூட ஓகே கிடையாது எனக்கு தெரிஞ்சு. இல்ல நல்லா பண்ணிரலாம்னு சொல்றேன். எனக்கு என்னன்னா வந்து அவங்க ஃபீமேல் கேரக்டர்ல இருந்தாங்களா, அவங்க கொஞ்சம் எலிவேட் பண்ணிருந்தேன். இவர் வந்து நிறைய இடத்துல வந்து சட்டிலா கண்ணு வந்து லைட் அடிக்கும் போது தண்ணி இருக்கு அந்த ஸ்பீச் அப்பெல்லாம் வந்து அவரு ஒரு சைடு லைட் அடிக்குது, தண்ணி இருந்தா நம்மளுக்கு ரொம்ப ரிஃப்ளெக்ட் ஆகும்ல. ஆனஸ்டாவும் சொல்லலாமான்னு தெரியல. இல்ல எனக்கு தெரிஞ்சு மாளவிகா பெர்ஃபார்மர் நல்லா போட்டுருக்கலாம். அது ஒண்ணு மட்டும் தான். ஏன்னா இவர் ஒரு சைடு வந்து இவர் பீக்கா நீ சொன்ன மாதிரி எமோஷன் ஃபேஷியல் எக்ஸ்பிரஷன்ஸ்ல ஒரு நிறைய சீன்ல வந்து இவர் பேலன்ஸ் பண்றதுக்கு அந்த அப்பா ரோல்ல வந்து பாக்குறான்னா அது அவ எவ்வளவு அளவுக்கு பாசம் ருக்மணி வசந்த். எனக்கு என்னன்னா இவர் ஒரு சைடு வந்து எமோஷன், இவருக்கு டைலாக் இல்லை நிறைய இடத்துல அப்படியே. ஏன்னா அவங்க ரவியை பத்தி சொல்லும் போது இவர் ஜஸ்ட் லிசன் தான் பண்ண முடியும், இவர் எதுவும் சொல்ல முடியாது. ஸோ அவர் அந்த டைம்ல கூட அவர் ஃபேஷியல் எக்ஸ்பிரஷன் பயங்கரமாக எக்ஸ்பிரஷன் காட்டுறாரு, கண்ணிலே போய் இது அழுகுற மாதிரிலாம். அதுக்கு அப்படியே ஆப்போசிட்ல பார்த்தா அது டுருன்னு இருந்துச்சு. அதனால தான் நீங்க எமோஷன் வரல. இப்போ இவர் காமெடி பண்ணும்போது கூட வந்து அந்த அமல் ஜோஸா அந்த அந்த மேட்ச் பண்றாரு பத்தியா, அந்த மேட்சிங் வந்து இந்த மேட்ச் வந்து இவங்களுக்கு இல்ல எமோஷன்ஸ் இல்ல, அதுதான் பிரச்சனை. ஸோ ஓகே அதுக்காக அவங்க நல்லா பண்ணல, கொஞ்சம் மிஸ் ஆச்சு. இல்ல இன்னும் கொஞ்சம் பண்ணிருக்கணும், அவ்வளவுதான். பண்ணவே இல்லைன்னு சொல்ல மாட்டேன், பண்ணிருக்காங்க. பட் நேச்சுரலான ஒரு விஷயங்கள் வந்து மிஸ் ஆகுது. ஓகே, ஸோ வந்து இது இப்படிலாம் பாருங்க, நல்லா லைஃப் என்ஜாய் பண்ணுங்க. ஓடிடியில் வந்து எல்லா லாங்குவேஜஸ்லையும் ஆமாம் எல்லா லாங்குவேஜ்லையும் பாருங்கள். தமிழ்ல இருக்கு, நான் வந்து படத்து வீட்டில் போட்டுருவேன், கன்ஃபார்ம் நான் போட்டுருவேன். ஸோ நம்ம இன்னொரு வீடியோவில் இன்னொரு ஃபீல் குட் மூவி பார்க்கலாம். அதில் சரி சைனிங் ஆஃப்.